അധികമായാൽ. കഴിഞ്ഞ ആഴ്ച ഒരു വാർത്തയിൽ കണ്ട ഇപ്പോൾ തികച്ചും പരിചിതമായ ഓവർ ടൂറിസം എന്ന വാക്കിൽ നിന്ന് തുടങ്ങുന്നു ന്യൂസ് ബാൻഡിന്റെ ഈ എപ്പിസോഡ്. എല്ലാവർക്കും സ്വാഗതം. വെനീസ് ചാർജിംഗ് എൻട്രി ഫീ ഫോർ ടൂറിസ്റ്റ് എന്നതായിരുന്നു വാർത്ത. ഒരു കാഴ്ച ബംഗ്ലാവിലേക്ക് എന്ന പോലെ എൻട്രി ഫീസ് ഏർപ്പെടുത്തി സന്ദർശകരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള തീരുമാനമാണ് വെനീസിൽ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നത്. ഈ തീരുമാനത്തിലേക്ക് വെനീസിനെ നയിച്ചതിനുള്ള സമാനമായ സാഹചര്യമാണ് ഇന്ന് ലോകത്തെ മിക്ക ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിലും നിലനിൽക്കുന്നത്. യാത്രകൾ തലയ്ക്കു പിടിച്ചവരെയും സാഹസിക യാത്രികരെയും എന്തിനും പോന്ന യാത്രക്കാരെയും എല്ലാം മാറ്റി നിർത്തുന്നു. ഇത്തിരി കൂടി സ്വസ്ഥത തേടി, ആൾക്കൂട്ടത്തിന്റെ ഇരമ്പലില്ലാത്ത ഒരിടം തേടി സ്വന്തം വീട് വിട്ടിറങ്ങുന്നവരാണ് ഇനി നമ്മുടെ കർത്താവ്. നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലുമുള്ള ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ട് തന്നെ എടുക്കുക. വെബ്സൈറ്റുകളിലൂടെ, എണ്ണമറ്റ വ്ലോഗുകളിലൂടെ നമ്മെ മോഹിപ്പിച്ചതൊന്നും ആയിരിക്കില്ല അവിടെ എത്തുമ്പോൾ മുന്നിൽ തെളിയുന്നത്. നമ്മുടെ സ്വപ്നഭൂമിക്ക് കിലോമീറ്ററുകൾ മുമ്പ് തന്നെ വാഹനങ്ങളുടെ ടൂറിസം അവസാനിക്കും. എവിടെയെങ്കിലും വണ്ടി ഒതുക്കി കാൽനടയായി സ്പോട്ടിൽ എത്തുമ്പോൾ പൂരപ്പറമ്പിലെത്തിയ പ്രതീതി. കാലാവസ്ഥയുടെ കാര്യമൊക്കെ ഒന്നിനും ഒരു നിശ്ചയമില്ലാത്ത വിധം. അത് ലോകം മുഴുവൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. തികച്ചും അൺപ്രെഡിക്റ്റബിൾ. ഒടുവിൽ വിനോദയാത്ര എന്ന പീഡനത്തോട് പാക്കപ്പ് പറഞ്ഞ് എങ്ങനെയും വീട് പിടിക്കാനുള്ള തത്രപ്പാട്. മടക്കയാത്രയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചും ജനസംഖ്യ വർധനവിനെക്കുറിച്ചും വാഹന ബാഹുല്യത്തെക്കുറിച്ചുമൊക്കെ പുലമ്പുമ്പോൾ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെ. ഇനിയില്ലേ എന്നിതിനോടകം സുലുട്ടുണ്ടാകുമെങ്കിലും മനുഷ്യരല്ലേ, കുറച്ചു കഴിയുമ്പോൾ കഥ തുടരുക തന്നെ ചെയ്യും. മറ്റ് വ്യവസായ സാധ്യതകൾ ഒന്നുമില്ലാത്ത, അതിന് ശേഷിയില്ലാത്ത, എന്നാൽ കാണാനിത്തിരി ചന്തമൊക്കെയുള്ള എല്ലാ രാജ്യങ്ങളും ടൂറിസം എന്ന പിടിവള്ളിയിൽ എത്തിപ്പിടിച്ചു തുടങ്ങിയ കാലത്ത് കേട്ട ചില ആപ്തവാക്യങ്ങൾ ഓർമ്മ വരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നാണ്യം ആകർഷിക്കാനുള്ള ഏറ്റവും ലളിതമായ വഴി. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ പേരിലൊന്നും വലിയ മുതൽ മുടക്ക് വേണ്ടിവരില്ല. പുകക്കുഴലുകളും മലിനീകരണവും ഒന്നും തീരെയില്ലാത്ത വ്യവസായം, അങ്ങനെ എന്തൊക്കെ. പക്ഷെ ടൂറിസം എന്ന വ്യവസായം കയ്യും കെട്ടി നിന്ന് കാശ് വരാനുള്ള പാസ്പോർട്ടല്ലെന്ന തിരിച്ചറിവിലൂടെ നിർദ്ദയം ഇന്ന് ലോകം കടന്നു പോകുന്നു. യുഎൻ ഏജൻസിയായ യുനെസ്കോയ്ക്ക് ലോക ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഒരു പ്രത്യേക കണ്ണുണ്ട്. ലോകത്തിലെ പൈതൃക സ്ഥലങ്ങൾ, സ്മാരകങ്ങൾ, മസ്റ്റ് വിസിറ്റ് സ്പോട്ടുകൾ ഇവയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അപ്ഡേറ്റുകൾ അവർ നൽകാറുണ്ട്. ഇതോടൊപ്പം ലോകത്തെ അപകടകരമായ സ്ഥലങ്ങളെയും വൃത്തിയില്ലാത്ത സ്ഥലങ്ങളെയും ഒക്കെ കാര്യകാരണ സഹിതം വിശദീകരിച്ച് അവർ ലോകത്തിന് പരിചയപ്പെടുത്താറുമുണ്ട്. ഇങ്ങനെ തങ്ങളുടെ ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് സൈറ്റ്സിൽ ഓവർ ടൂറിസം കൊണ്ട് പൊറുതിമുട്ടിയ വെനീസിനെയും ഉൾപ്പെടുത്താൻ യുനെസ്കോ ഒരുങ്ങുന്നതിനിടയിലാണ് ഓവർ ടൂറിസം എന്ന അപകടത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ വെനീസ് ഭരണകൂടം തുടക്കത്തിൽ സൂചിപ്പിച്ച നടപടികൾ എടുത്തു തുടങ്ങിയത്. ടൂറിസത്തിന്റെ പേരിൽ സ്വന്തം വ്യക്തിത്വം കളഞ്ഞുകുളിക്കുകയും സ്വന്തം ജനതയുടെ പലായനത്തിന് വരെ വഴിയൊരുക്കുകയും ഒക്കെ ചെയ്യുന്ന ഇറസ്പോൺസിബിൾ ടൂറിസത്തിനെതിരെയുള്ള ചുവരെഴുത്താണിത്. പാൻഡമിക് ഫറ്റീഗിനെ കുടഞ്ഞെറിഞ്ഞ് ലോകം ഉണർന്നപ്പോൾ 2023 ഇന്ത്യ സന്ദർശിച്ച വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ സംഭവിച്ച വർധനവിന്റെ കണക്കുകൾ ആവേശം പകരുന്നതോടൊപ്പം ആശങ്കപ്പെടുത്തുക കൂടി ചെയ്യേണ്ടതുണ്ട്. നിൽക്കാനിടമില്ലാതായ മലിനമായ നമ്മുടെ മെട്രോ നഗരങ്ങളെ വിട്ട് പച്ചപ്പ് അവശേഷിക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ സഞ്ചാരികൾ കൂടുതലായി ലക്ഷ്യമിട്ടു തുടങ്ങിയിരിക്കുന്നു. ഫലമോ സ്വതവേ എക്കോളജിക്കൽ ഫ്രേഗിളായ മലമ്പ്രദേശങ്ങളിൽ പുതിയ ഹൈവേകളും ചുരങ്ങളും കോൺക്രീറ്റ് എടുപ്പുകളും ഉയർന്നു വരുന്നു. പിന്നാലെ എത്തുന്ന ഭൂമിഭാഗങ്ങളെ തന്നെ തുടച്ചു നീക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനുള്ള സാങ്കേതിക വിദ്യകളാകട്ടെ നമുക്ക് വശമില്ലതാനും. ഓവർ ടൂറിസം നേടിത്തരുന്ന ഓരോ രൂപയ്ക്കും പകരം കൊടുക്കേണ്ടി വരുന്ന ഇത്തരം കനത്ത വിലകൾ കൂടി കണക്കിലെടുത്തിട്ട് വേണം ചുളിവിൽ ലഭിക്കുന്നതെന്ന് നാം കരുതുന്ന ടൂറിസം റവന്യൂവിന്റെ യഥാർത്ഥ കണക്കെടുക്കാൻ എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ അകലെ നിൽക്കുന്നവർക്ക് കഴിയുന്നുള്ളൂ. സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് ആവർത്തിക്കുന്നു വെനീസിന്റെ പുതിയ ചുവടുകൾ. മറ്റേതൊരു വ്യവസായത്തെയും പോലെ കളമൊരുക്കലും ഇടപാടുകാരെ ആകർഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമെല്ലാമുള്ള സമഗ്രവും ശാസ്ത്രീയവുമായ മാർഗങ്ങളും ഈ വ്യവസായവും സ്വീകരിക്കേണ്ടതുണ്ട്. തങ്ങളുടേതല്ലാത്തൊരു സ്പേസിൽ ചുറ്റിത്തിരിയാൻ എത്തുന്നവരെയും അവരെ ഏറ്റുവാങ്ങുന്ന ഭൂപ്രദേശങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു ടൂറിസം നയത്തിന്റെ പിന്തുണയില്ലാതെ ഈ വ്യവസായം ഏറെക്കാലം ഒരു സ്ഥലത്തും നിലനിൽക്കില്ല എന്ന വെനീഷ്യൻ സന്ദേശം ലോകം കീഴടക്കട്ടെ. ഹൃദയം തൊടുന്ന മറ്റൊരു വാർത്തയുടെ പുനർവായനയുമായി ന്യൂസ് ബാൻഡിലൂടെ വീണ്ടും വരാം. ഞാൻ ഗോപിക സുനിൽ. ബൈ.